ഗ്രീൻലാൻഡ് കൈയടക്കും, സാധ്യമായില്ലെങ്കിൽ സൈനികമായി പിടിച്ചടക്കും. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ പ്രഖ്യാപനം ഇതായിരുന്നു. പക്ഷേ പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്നൊരു ചൊല്ലുണ്ടല്ലോ, അത് ട്രംപിന്റെ കാര്യത്തിൽ ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. തന്റെ ഗ്രീൻലാൻഡ് അഭിനിവേശത്തെ എതിർക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഒരു സാമ്പിൾ കണക്കെ 10% താരിഫും, തന്റെ പദ്ധതി യാഥാർത്ഥ്യമായില്ലെങ്കിൽ ജൂൺ 1 മുതൽ 25% വരെ താരിഫുമാണ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേ അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളെല്ലാം തന്നെ ഇക്കാര്യത്തിൽ വലിയ എതിർപ്പുമായി രംഗത്ത് വന്നു. പല്ലിന് പല്ല്, കണ്ണിന് കണ്ണ്, യുദ്ധമെങ്കിൽ യുദ്ധം എന്നുള്ളതായിരുന്നു യൂറോപ്യൻ രാജ്യങ്ങളുടെ തീരുമാനം. ഇതോടുകൂടി ട്രംപ് പത്തി മടക്കി. ട്രംപ് കൊത്തി മുറത്തിൽ കയറി കൊത്താൻ തുടങ്ങിയെന്ന് തിരിച്ചറിഞ്ഞ യൂറോപ്യൻ രാജ്യങ്ങൾ ഒത്തുചേർന്നു. തന്റെ സഖ്യരാജ്യങ്ങൾ തനിക്കെതിരെ തിരിഞ്ഞപ്പോൾ ഒരു ആവേശത്തിന് ചാടി പുറപ്പെട്ട ട്രംപ് പാതി വഴിക്ക് പരിപാടി നിർത്തിവെക്കുന്നുവെന്നാണ് പുതിയ സൂചന. യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ പ്രഖ്യാപിച്ച 10% നികുതി തൊണ്ട തൊടാതെ വിഴുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ട്രംപ്. ഡാവോസിൽ നടന്ന ലോക എക്കണോമിക് ഫോറത്തിലാണ് ട്രംപ് നിർണായകമായ ഈ പ്രഖ്യാപനം നടത്തിയത്. ഗ്രീൻലാൻഡിന്റെ കൈവശാവകാശവും ഉടമസ്ഥാവകാശവും അമേരിക്കയ്ക്ക് വേണം. എന്നാൽ ഇതിനുവേണ്ടി സൈനിക ബലം ഉപയോഗിക്കില്ല. ലോക നേതാക്കളും വ്യവസായ പ്രമുഖരുമടക്കം 1000-ഓളം പേരാണ് ആ സദസ്സിൽ ഉണ്ടായിരുന്നത്. ഹർഷാരവത്തോടെയാണ് ട്രംപിന്റെ ഈ പ്രഖ്യാപനത്തെ സദസ്സ് വരവേറ്റത്. പോളണ്ട്, ഈജിപ്ത്, ബെൽജിയം പ്രതിനിധികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലും ട്രംപ് തന്റെ നിലപാട് ആവർത്തിച്ചു. ആർട്ടിക് മേഖലയിൽ ചൈനയുടെയും റഷ്യയുടെയും സൈനിക കപ്പലുകളുടെയും ചരക്ക് കപ്പലുകളുടെയും സാന്നിധ്യം വർദ്ധിക്കുന്നത് കണക്കിലെടുത്ത് അമേരിക്കയുടെ സുരക്ഷാ ആശങ്ക പരിഹരിക്കുന്നത് ലക്ഷ്യമിട്ടാണ് ട്രംപ് ഗ്രീൻലാൻഡ് കൈയടക്കാൻ ശ്രമിച്ചത്. അമേരിക്കയ്ക്ക് മിസൈൽ പ്രതിരോധ കവചമൊരുക്കുന്ന ഗോൾഡൻ ഡോം ഫലപ്രദമാകുന്നതിന് ഗ്രീൻലാൻഡ് ഭൗമശാസ്ത്രപരമായി തന്ത്രപ്രധാന സ്ഥലവുമാണ്. സ്വർണം, വെള്ളി, യുറേനിയം അടക്കം അമൂല്യമായ ധാതു സമ്പത്തുകളാൽ സമ്പന്നവുമാണ് ഗ്രീൻലാൻഡ്. നിലവിൽ ഗ്രീൻലാൻഡിൽ അമേരിക്കയ്ക്ക് സൈനിക താവളവും ഉണ്ടെന്നിരിക്കെയാണ് ട്രംപിന്റെ പുതിയ നീക്കം. ഡാവോസിൽ നാറ്റോ സെക്രട്ടറി മാർക്ക് റൂട്ടെയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ട്രംപ് തന്റെ മുൻ നിലപാടുകളിൽ മാറ്റം വരുത്തിയത്. അമേരിക്കയുടെ സുരക്ഷാ ആശങ്കയിൽ നാറ്റോ കൃത്യമായ ഉറപ്പ് നൽകി എന്നുള്ളതാണ് വിവരം. അതോടൊപ്പം അമേരിക്കയുടെ ഗോൾഡൻ ഡോം മിസൈൽ പ്രതിരോധ സംവിധാനം വിന്യസിക്കുന്നതിന് വേണ്ട നടപടികൾ എടുക്കാമെന്നും നാറ്റോ ഉറപ്പു നൽകി. ഗ്രീൻലാൻഡിലെ ധാതു സമ്പത്തുകൾ ചൂഷണം ചെയ്യുന്നതിനും അമേരിക്കൻ താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെടും. ഈ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ട്രംപ് തന്റെ കടുംപിടുത്തം ഉപേക്ഷിച്ചത്. എന്നാൽ അമേരിക്കയുടെ മറ്റ് സ്ഥലങ്ങൾ പിടിച്ചെടുത്തുകൊണ്ടുള്ള വിപുലീകരണ നീക്കങ്ങളെ യൂറോപ്യൻ യൂണിയനോ നാറ്റോയോ തടയാൻ പാടില്ലെന്നും ട്രംപ് നാറ്റോ നേതൃത്വത്തോട് പറഞ്ഞു. അതേസമയം ഗ്രീൻലാൻഡിന്റെയോ ഡെൻമാർക്കിന്റെയോ പരമാധികാരത്തെ സംബന്ധിച്ച് ചർച്ച നടന്നിട്ടില്ലെന്നാണ് നാറ്റോ സെക്രട്ടറി ജനറൽ പിന്നീട് വിശദീകരിച്ചത്. തണുത്തുറഞ്ഞതും ഏറ്റവും മോശം സാഹചര്യത്തിൽ സ്ഥിതി ചെയ്യുന്നതുമായ ഒരു സ്ഥലമാണ് താൻ ആവശ്യപ്പെട്ടതെന്നാണ് ട്രംപ് പറയുന്നത്. 2ാം ലോക മഹായുദ്ധകാലത്ത് യൂറോപ്പിനെ സംരക്ഷിച്ചു നിർത്തിയത് അമേരിക്കയാണ്. അങ്ങോട്ട് നൽകിയ സഹായവുമായി താരതമ്യം ചെയ്യുമ്പോൾ നാറ്റോയിൽ നിന്ന് വളരെ ചെറിയൊരു സഹായം മാത്രമാണ് ഞാനിങ്ങോട്ട് ആവശ്യപ്പെട്ടത്. സൈനിക ശക്തി ഉപയോഗിക്കാതെ ഒന്നും അമേരിക്കയ്ക്ക് കിട്ടിയിട്ടില്ല. അക്കാര്യത്തിൽ ആർക്കും ഞങ്ങളെ തടയാനാകില്ല. എന്നാൽ അത്തരത്തിൽ പ്രവർത്തിക്കാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. ലോക സമാധാനത്തെ കരുതി ഒരു ഐസ് കഷണമാണ് ഞാൻ ആവശ്യപ്പെട്ടത്. അത് തന്നാൽ ഞാൻ അത് സന്തോഷത്തോടെ സ്വീകരിക്കും. നിരസിച്ചാൽ അക്കാര്യം ഒരിക്കലും മറക്കില്ലെന്നും ട്രംപ് പറയുന്നു. ട്രംപിന്റെ പ്രഖ്യാപനത്തോട് വളരെ അനുകൂലമായാണ് ഡെൻമാർക്കും പ്രതികരിച്ചത്. അമേരിക്കയുടെ സുരക്ഷാ ആശങ്കകളെക്കുറിച്ച് ചർച്ചയാകാം, എന്നാൽ ഡെൻമാർക്കിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാൻ അനുവദിക്കില്ല. അതേസമയം ഗ്രീൻലാൻഡിൽ യുദ്ധത്തിനായുള്ള മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. കൂടുതൽ ഡെൻമാർക്ക് സൈനികരെ പ്രദേശത്ത് വിന്യസിച്ചു. ഗ്രീൻലാൻഡ് നിവാസികൾക്ക് ഇംഗ്ലീഷിലും പ്രാദേശിക ഭാഷയിലും തയ്യാറാക്കിയ ലഘുലേഖകൾ വിതരണം ചെയ്തു. 5 ദിവസത്തേക്കുള്ള കരുതൽ ഭക്ഷണ കിറ്റ് തയ്യാറാക്കി വെക്കാൻ എല്ലാ പൗരന്മാരോടും ഗ്രീൻലാൻഡ് ഭരണകൂടം അഭ്യർത്ഥന നടത്തി. ഇതുപ്രകാരം വിൽപ്പനശാലകളിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതേസമയം ഗ്രീൻലാൻഡ് വില കൊടുത്തു വാങ്ങാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകാൻ വൈറ്റ് ഹൗസ് അധികൃതർക്ക് ട്രംപ് നിർദ്ദേശം നൽകിയതായാണ് വിവരം. 700 ബില്യൺ അമേരിക്കൻ ഡോളറാണ് അമേരിക്കൻ അധികൃതർ ഗ്രീൻലാൻഡിന് ഇട്ടിരിക്കുന്ന വില. എന്നാൽ ഡാവോസിൽ ഇത് സംബന്ധിച്ച് മാധ്യമങ്ങളോട് കൃത്യമായി വിശദീകരിക്കാൻ ട്രംപ് തയ്യാറായില്ല. തീർച്ചയായും ഗ്രീൻലാൻഡിന് വലിയ വില നൽകേണ്ടി വരും. അത് തന്റെ രാജ്യത്തിന്റെയും ലോകത്തിന്റെയും സുരക്ഷയുടെ വിലയാണെന്നും ട്രംപ് പറയുന്നു. ഗ്രീൻലാൻഡിന്റെ കാര്യത്തിൽ സൈനിക നടപടിയും നികുതി നിർദ്ദേശവും അടക്കമുള്ള ഭീഷണി മുഴക്കിയപ്പോൾ ഗ്രീൻലാൻഡ് നോട്ട് ഫോർ സെയിൽ എന്ന മുദ്രാവാക്യത്തിന് കീഴിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നിച്ചു. ഇവരിൽ പലരും നാറ്റോ അംഗരാജ്യങ്ങളുമാണ്. ഡെൻമാർക്ക് അടക്കം യൂറോപ്യൻ യൂണിയനിലെ 8 രാജ്യങ്ങൾക്കെതിരെയാണ് ട്രംപ് താരിഫ് യുദ്ധം പ്രഖ്യാപിച്ചത്. താരിഫ് ഭീഷണിയുടെ പേരിൽ
ബ്രിട്ടൻ അതിന്റെ നയങ്ങളിലും മൂല്യങ്ങളിലും വിട്ടുവീഴ്ച ചെയ്യില്ലെന്നാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ നടത്തിയ പ്രസ്താവന. ടാരിഫ് ചുമത്താനുള്ള നടപടികളുമായി ട്രംപ് മുന്നോട്ടു പോയാൽ യൂറോപ്യൻ യൂണിയൻ ഒറ്റക്കെട്ടായി തിരിച്ചടിക്കുമെന്ന് യൂറോപ്യൻ യൂണിയൻ അധ്യക്ഷ ഊർസുല വാൻഡർ ലീനും വ്യക്തമാക്കി. അമേരിക്ക കൈയടക്കാൻ ശ്രമിക്കുന്ന തൊട്ടടുത്ത അയൽരാജ്യമായ കാനഡയുടെ പ്രധാനമന്ത്രി മാർക്ക് കാർണി കടുത്ത ഭാഷയിലാണ് ട്രംപിനെതിരെ രംഗത്ത് വന്നത്. അമേരിക്ക നേതൃത്വം നൽകുന്ന ലോകക്രമം അത് അവസാനിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ലോകം ഇപ്പോൾ വലിയ പിളർപ്പിലാണ്. അമേരിക്കൻ ആധിപത്യം എന്ന പദം ഉപയോഗിച്ച് വൻശക്തികൾ സാമ്പത്തിക സംയോജനത്തെയും വ്യാപാര നിയമങ്ങളെയും ആയുധമായി ഉപയോഗിക്കുകയാണ്. ലോകത്തിലെ മധ്യശക്തി രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കണം. നിങ്ങൾ ചർച്ച മേശയിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ പേര് മെനു കാർഡിൽ ഉണ്ടാകും. ഗ്രീൻലാൻഡിന് മേൽ അമേരിക്ക ഉയർത്തുന്ന താരിഫ് ഭീഷണികളെ കാനഡ എതിർക്കുമെന്നും കാർണി പറഞ്ഞു. എന്നാൽ കാനഡ അമേരിക്കയിൽ നിന്ന് നിരവധി സൗജന്യങ്ങൾ പറ്റുന്ന രാജ്യമാണെന്നും കാർണി അടുത്ത തവണ പ്രസ്താവന നടത്തുന്നതിന് മുൻപ് അത് ഓർക്കണമെന്നും ട്രംപ് തിരിച്ചടിച്ചു. ഗ്രീൻലാൻഡിന്റെ കാര്യത്തിൽ ട്രംപ് പ്രയോഗിച്ചത് സമ്മർദ്ദ തന്ത്രമാണ് എന്നുള്ളതാണ് പൊതുവിലുള്ള വിലയിരുത്തൽ. താരിഫ് ഭീഷണി മുഴക്കി നാറ്റോയെയും അതേപോലെ യൂറോപ്യൻ യൂണിയനെയും സമ്മർദ്ദത്തിലാക്കി തനിക്കനുകൂലമായ കരാർ ഉണ്ടാക്കാൻ ട്രംപിന് സാധിച്ചിട്ടുണ്ട്. അതേസമയം യൂറോപ്യൻ യൂണിയനുമായി കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയ വ്യാപാര കരാർ റദ്ദാക്കേണ്ടി വന്നാൽ നിലവിൽ രൂക്ഷമായ വിലക്കയറ്റമടക്കം നേരിടുന്ന അമേരിക്കയിൽ വിപണി കൂടുതൽ പ്രതിസന്ധിയിലാകും. അമേരിക്കൻ ഓഹരി വിപണിയിൽ ഉണ്ടായ ആശങ്കയും ട്രംപിനെ മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാകും. എന്നാൽ ശീതയുദ്ധകാലത്തിന് ശേഷം രൂപീകരിക്കപ്പെട്ട നാറ്റോ സഖ്യത്തിലുണ്ടായ ചേരിതിരിവും അമേരിക്കയ്ക്കുണ്ടായ അവിശ്വാസവും ആ സഖ്യത്തിന്റെ ഭാവി സംബന്ധിച്ചുള്ള ഗൗരവതരമായ ചർച്ചകൾക്ക് വഴി തുറക്കുകയാണ്.